നാടൻ ജീവിച്ചത്? നിന്റെ നാടകം പൊട്ടി അല്ലേ? പേടിക്കണ്ട, ഞാനും പൊട്ടി. അത് പോട്ടെ. പൈസ ഉണ്ടോ? ഒരു 10 രൂപ എടുക്കാൻ. അത് ഞാൻ 10 ലക്ഷമാക്കി കാണിച്ചു തരാം. ഒറ്റ ലോട്ടറി ടിക്കറ്റ്. പോടോ എന്റെ മുമ്പിൽ നിന്ന്. അപ്പ അപ്പ വിശോട്ടാ, പട്ടിയുണ്ടോ? കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു. നീ വരുമല്ലോ എന്ന് വിചാരിച്ച് അതിനെ പറഞ്ഞയച്ചു. നന്നായി. ആ, ഇവരുടെ കാര്യത്തിൽ നീ എന്ത് തീരുമാനിച്ചു? എടാ, നീ ഇവരിൽ ആരെയാ കെട്ടാൻ പോകുന്നത്? അതിപ്പം വിശോട്ടാ, പിന്നെയും കൺഫ്യൂഷനായി. ഞാൻ വേറൊരു ദിവസം വന്നാലോ? ഇപ്പൊ ഒരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ പിന്നെ നീ വരണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഇവരിൽ ആരെങ്കിലും ഒന്ന് കെട്ടണ്ട വിശോട്ടാ. ഇനി നീ ഇവിടെ വരരുതെന്ന് ഓർമ്മിക്കാനായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അതെന്താ വിശോട്ടാ? വേണ്ടായിരുന്നു വിശണ്ണ. ആരാണത്? ആരാന്നാ ചോദിച്ചേ? കണ്ണ് കണ്ടൂടെ? നിനക്കൊക്കെ വലിയ നാക്കായി പോയി അല്ലേടാ? നിനക്കൊക്കെ അതാരൊക്കെ? പണ്ട് നീയൊന്നും ഞങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കില്ലായിരുന്നു. ആരായി ഞങ്ങള്? അത് പോട്ടെ, നീ മാങ്ങ മറിച്ച എന്തിനാ? അതറിയട്ടെ ആദ്യം. അതിനാരാ നിനക്ക് അധികാരം തന്നത്? ഞങ്ങളുടെ ദൈവങ്ങൾ. അതിന് നീ വിശ്വാസിയല്ലല്ലോ. ഞങ്ങൾ പറയരും പുലയരും നൂറ്റാണ്ടുകളായി വെച്ച് ആരാധിക്കുന്ന സ്ഥലമായത്. ഇവിടുത്തെ ആദായം എടുക്കുന്നത് ഞങ്ങളാ. ഇതുകൊണ്ടാണ് വർഷം മുഴുവൻ കാവല് വിളക്ക് വെക്കുന്നത്. എൻ്റെ അപ്പനിവിടെ തുള്ളി തുടങ്ങിയിട്ട് 50 കൊല്ലായി. ഇനി നീയും കുടുംബവും വിളക്ക് വെച്ചും തുള്ളിയും ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾ ഏറ്റെടുക്ക ഈ കാവും പരിസരവും. ഏത് വകുപ്പില്? പുരാണം ഒന്നും പറയണ്ട. ക്ഷേത്രങ്ങളെല്ലാം ഹിന്ദുക്കളുടെ വകയാ. വിശ്വമാഷല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ ലതിക, സെന്റ് മേരീസിൽ ബോട്ടണി പഠിപ്പിക്കുന്ന സർല ടീച്ചറിന്റെ കല്യാണത്തിന്റെ അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ശരിയായിരിക്കും, ചെറിയൊരു ഓർമ്മയുണ്ട്. ടീച്ചർ ഇവിടെ അല്പ സ്വകാര്യാണ്. ഈ ഭാഗത്ത് എവിടെ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ. മന്ത്രവാദിയോ? അതാരാ? കുമാരനെന്നോ മറ്റോ ആണ് അയാളുടെ പേര്. ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. സ്വല്പം ബ്ലാക്ക് മാജിക് ഒക്കെ വശമുള്ള. ഐ തിങ്ക് ഹി ബിലോങ്സ് ടു പറയ കമ്മ്യൂണിറ്റി. ജാതി പറയണമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്ന് ആളെ മനസ്സിലാവാൻ വേണ്ടി. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. പറയം കുമാരൻ ഈ പ്രദേശത്തുകാരനാണെന്ന് പറഞ്ഞല്ലോ. ഞാനങ്ങനെ പ്രദേശവും പരിസരവും ഒന്നും കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ ആരോട് ചോദിച്ചാൽ അറിയാം. എന്റെ ഒരു കസിൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്.
കേരളത്തിലെ മന്ത്രവാദികളെ കുറിച്ച് അയാളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. ഈ കുമാരനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ഐ വാസ് ടോൾഡ് ദാറ്റ് മിസ്റ്റർ അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ദേ മിസ്റ്റർ കുമാരനെ ആ വരുന്നത്. ആ വിശ്വമാഷിന്റെ കുമാരനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അല്ല, എനിക്ക് സമയമില്ല. എനിക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇതുവഴി. മോനെ വിശ്വ, കുമാരൻ എന്ന ആളല്ലേ മന്ത്രവാദി? കുമാരനാണ്, മന്ത്രവാദിയല്ല, മടവതി. നിങ്ങൾക്ക് അയാളെ അറിയാമോ, ആ വിശ്വമാഷിനെ? ഇത് നല്ല ചോദ്യം. അവൻ എന്റെ മോനാ. മോനോ? എന്നിട്ടാണോ നിങ്ങളെ അറിയില്ലെന്ന് അയാൾ പറഞ്ഞത്? അറിയില്ല എന്ന് പറഞ്ഞത് അവന്റെ അച്ഛനാവാനുള്ള യോഗ്യത എനിക്കില്ലാത്തോണ്ടായിരിക്കും. വിശ്വ, വിശ്വ, ഇപ്പൊ ഓർക്കം ഇവിടെ ആയോ? വിശ്വനിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. മണ്ണം കട്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതേ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണുകയാണ്. എനിക്ക് നിങ്ങൾ ഓർത്ത് ലജ്ജ തോന്നുന്നു. എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. എന്നെ ശകാരിച്ചോളൂ. മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് വിശ്വൻ ചെയ്തത്. അച്ഛനോട് ചെന്ന് മാപ്പ് പറയണം. കരഞ്ഞാലോ നെഞ്ചത്തടിച്ചാലോ അപ്പം നിക്കത്തില്ല മക്കളെ. അപ്പന് വയസ്സായി. ഇനി എത്ര നാളെന്ന് വെച്ചാ? ഇനിയെങ്കിലും വേവലാതികളില്ലാതെ ജീവിച്ച് മരിക്കണമെന്നാ അപ്പൻ